ഹലോ ഹലോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? ആരാ നിങ്ങളാരാ? അല്ല നിങ്ങളാരാ? ചേട്ടാ, ഇതാ അലക്സ്. ഓ ഹലോ. ഐ ആം അലക്സ്. സാം അലക്സാണ്ടർ. നിനക്ക് നാടകം കളിക്കാൻ എന്റെ അടുത്ത്. അല്ല നിങ്ങൾ കാര്യം അറിയാതെ മനസ്സിലാക്കി എന്തൊന്ന് മനസ്സിലാക്കാൻ. ആരാണ് നിന്റെ അലക്സ്? എന്താണ് നിന്റെ കഴിവുള്ള ബന്ധം? എനിക്ക് ഇഷ്ടമാണ്. വാടി ഇവിടെ. ഞാൻ പറയുന്നത് നടക്കണി. നമുക്ക് ഇഷ്ടപ്പെടാൻ കണ്ട ഒരുത്തൻ. അപ്പൊ എനിക്കും ഇഷ്ടമാണെങ്കിലോ? എനിക്കിഷ്ടമാണ്. ശ്രീമോളെ, എന്താ മോളെ ഇങ്ങനെ? ചേട്ടത്തിക്ക് നീയല്ലേ ഉള്ളു മോളായിട്ട്. ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന മോളെന്താ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും ഒന്ന് പറയേ. എനിക്ക് അലക്സിനെ കാണണം ലക്ഷ്മി എടുത്തി. എങ്ങനെയെങ്കിലും എന്റെ അലക്സിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോവോ? പ്ലീസ് പ്ലീസ് ലക്ഷ്മി എടുത്തി, പ്ലീസ്. മേനോ ചേട്ടൻ ഇങ്ങനെ ആയാലും നാടകം കളിയൊക്കെ വെറുതെ ഒരു തമാശക്ക് അവള്. അത് ശരിയാ. പക്ഷേ നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊക്കെ മുളയിലേ നമ്മൾ നുള്ളിയില്ലേ. എന്നാലും നമുക്ക് ഇനിയും പിള്ളേരുടെ കല്യാണം നീട്ടിക്കൊണ്ട് പോകണ്ട. താൻ എത്രയും വേഗം കുമാരനെ ഇങ്ങ് വരുത്തണം. വരുത്താം. നോക്ക് ശ്രീദേവി, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് യോജിച്ച ഒരു വിവാഹം നിനക്ക് വേണ്ടി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മേലെ വീട്ടിലെ വിശ്വനാഥ മേനോന്റെ മകൾ ഒരു സാധാരണ വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ, അതും ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം എന്താകും? നീ അത് ആലോചിച്ചിട്ടുണ്ടോ മോളെ? ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് ഒരു ഫാന്റസി മാത്രമാണ്. ജീവിതം അതല്ല, റിയാലിറ്റിയാണ്. ചേട്ടൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ അവനെ മറന്നുകളാ. എനിക്ക് അലക്സിനെ മറക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്റെ കെട്ടി താലി കെട്ടുന്നത് അലക്സ് ആയിരിക്കും. മോളകത്ത് പോ.
അച്ഛ പ്ലീസ് പ്ലീസ് അച്ഛ, എനിക്ക് എന്റെ അലക്സിനെ കാണണം പ്ലീസ്. ശ്രീദേവി, അലക്സ്, ശ്രീദേവി. അലക്സ്, അയ്യോ, വാ, അലക്സ്, നമുക്ക് പോവാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. അലക്സ്, 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 എനിക്ക് അലക്സ്, അലക്സ്, എന്ത് പറ്റി? അലക്സ്, അലക്സ്, എന്താ പറ്റിയത്? ശ്രീദേവി, ശ്രീദേവി, അലക്സ്, നമ്മൾ എവിടെയാണ്? അലക്സ്, ഓ, ഇത്രയും സമയം കഴിഞ്ഞിട്ടും നിങ്ങളുടെ പോലീസിന് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? പറ്റായികയല്ലേ, പക്ഷെ കാണാതായെന്ന് നമുക്ക് പത്രത്തിലും ടിവിയിലും ഒന്നും പരസ്യപ്പെടുത്താൻ ഒക്കില്ലല്ലോ. പ്രശ്നങ്ങൾ വലിയ ഒച്ചപ്പാടില്ലാതെ തീർത്തില്ലെങ്കിൽ ചേട്ടന്റെ കുടുംബത്തിന് മാത്രമല്ല, എനിക്കും എന്റെ മകനും കൂടിയാ പേര് ദോഷം. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതൊക്കെ എനിക്ക് വിട്ടേരെ, ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ അലി, ഇതാണവൻ. 24 മണിക്കൂറിനകം ഇവനെ കസ്റ്റഡിയിലെടുക്കണം. എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നത് ശരിയായില്ല. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറയാം. വേണ്ട അലക്സ്, ഒന്നും പറയണ്ട. അവിടെ വെച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതാ ഞാൻ അലക്സിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ശ്രീദേവി, ഞാൻ പറയുന്നത് വേണ്ട,
എന്റെ ജീവിതം അലക്സിന്റെ കൂടെ. വേറൊന്നിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. അലക്സ് അലക്സ് ആണ് എന്റെ എല്ലാം. ഹലോ മിസ്രി, ഞാനാ അലക്സ്. അലക്സാ, മോനെ നീ ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞാന് കൊടൈക്കനാലിൽ നിന്നാ. അമ്മയും സോണിയൊക്കെ. മോനെ, നീ ഉടനെ ശ്രീദേവിയെയും കൊണ്ട് SI സോമന്റെ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. അവളുടെ അച്ഛൻ കേസ് കൊടുത്തിരിക്കുക. സോമൻ ഇവിടെ വന്നിരുന്നു. ശരി അമ്മ, വിഷമിക്കണ്ട, ഞങ്ങൾ ഉടനെ എത്തിക്കൊള്ളാം. അവൻ എന്തോ പറഞ്ഞേ? ഉടനെ റിപ്പോർട്ട് ചെയ്യാമെന്ന്. എന്റെ ദൈവമേ. You are Mr. Sam Alexander? Yes. You are under arrest. ഞാൻ ഒരു പേപ്പറിൽ സൈൻ ചെയ്യില്ല. ഞാൻ എന്തിനു സൈൻ ചെയ്ത് തരണം? ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയായവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹിതരാകാം. എനിക്ക് ശ്രീദേവിയെ ഇഷ്ടമാണ്, അവക്ക് എന്നെയും. പിന്നെ ഞാൻ എന്തിനാ അവളെ കിഡ്നാപ്പ് ചെയ്യണം? ഈ ജന്മം നിനക്ക് ശ്രീദേവി കിട്ടുന്നു കരുതണ്ട. അത് അവള് തീരുമാനിക്കട്ടെ. നമുക്ക് കോടതി വെച്ച് കാണാം. ഈ രാജ്യത്ത് അങ്ങനെ ചില ഏർപ്പാടുകളുണ്ടല്ലോ. ആ പേപ്പറിലങ്ങ് ഒപ്പിട്ട് കൊടുത്തേരെ. ഒപ്പിട്ടില്ലേ താൻ എന്ത് ചെയ്യും? Stop it. എന്താ ഇത്? ഇയാളുമായി ഒത്തുതീർപ്പിന് നിങ്ങളോട് വന്നിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. ഇത് പോലീസ് സ്റ്റേഷനാണ്. സാർ, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷെ ഇവരെല്ലാം നിർബന്ധിച്ച് എന്നെ കൊണ്ട്. ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ. എന്തായി മേസ്ത്രി, മോനെ കണ്ടോ? കാണാൻ പറ്റിയില്ല. അപ്പൊ ജാമ്യം? അതും വിഷമമാണ്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. വക്കീലിനെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. കേസ് ജയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട്.